ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ജപ്പാനീസുകാരുടെ ആ ഒരു സ്കിൻ വൈറ്റനിങ് സത്യമാണോ കളവാണോ എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് അവർ കാണിക്കുന്ന ആ ഒരു റിസൾട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവരുടെ സെയിം വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതിനാദ്യമായിട്ട് അവരെടുത്തിരിക്കുന്നത് ഒരു ചെറിയ പൊട്ടാറ്റോ ആയിരുന്നു. അപ്പോൾ ആ ഒരു പൊട്ടാറ്റോ നമുക്ക് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് അവർ ചെയ്തത്. അവരെങ്ങനെയാണോ ചെയ്തത് ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നില്ല എന്ന് മാത്രം. കാരണം നമ്മളിത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണല്ലോ. അപ്പോൾ അത്രയും കുറേ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സെയിം സാധനങ്ങളും അതേപോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം ഈ പറഞ്ഞതുപോലെ ഇത്രയും വൈറ്റ് വാഷ് അടിച്ച പോലത്തെ കളറ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതായത് വീഡിയോൻ്റെ അവസാനം റിസൾട്ട് കണ്ടിട്ട് മാത്രം ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പൊട്ടാറ്റോ നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതേപോലത്തെ ഗ്രേറ്റർ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടാറ്റോ കംപ്ലീറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ അവരെന്തെന്നാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പൊട്ടാറ്റോ ഇനി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പാത്രമൊന്നും എടുക്കണ്ട ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലൊരു പഴയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പൊട്ടാറ്റോയിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നാണെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു. ഇടയ്ക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പൊട്ടാറ്റോ വെന്ത് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ചിരണ്ടി എടുത്തതാണല്ലോ, അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തിളച്ച് മറിയും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം അതിൽ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അര കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കോൺഫ്ലോർ നന്നായി കലക്കി കട്ടിയൊന്നും ഇല്ലാണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോയിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ മിക്സിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ജ്യൂസാക്കിയിട്ട് കൊണ്ടുവരണം. നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ കിട്ടും, കാരണം അത് വെന്തതാണല്ലോ. അപ്പോൾ ഞാനിതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ ഉള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അടിയിലിങ്ങനെ ഊറി നിന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇനി നമുക്ക് അവസാനമായിട്ട് വേണ്ടുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അരമുറി ചെറുനാരങ്ങയാണ്. അരമുറി ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ 3 സാധനവും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ചു പോകും, കാരണം കോൺഫ്ലവർ ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാം കോൺഫ്ലവർ ഇട്ടാൽ എന്തായാലും അതൊരു കുറുകി വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്, അടിക്ക് പിടിച്ചു പോകും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാലും മാത്രമേ നമ്മൾ വിചാരിച്ച രൂപത്തിൽ ഇത് കിട്ടും. അപ്പോൾ നമുക്കിതൊരു കുറുകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത് തണുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി നല്ല കട്ടിയാവും. അപ്പോൾ ഞാനിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു മിക്സ് നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല കട്ടിയായിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഉള്ളത്. നേരത്തെ നമ്മൾ ഓഫ് ചെയ്യുന്നതിനേക്കാളും ഇത് തണുത്തതിന് ശേഷം നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചപ്പാലാണ്, തിളപ്പിക്കുന്ന പാലൊന്നല്ല, തിളപ്പിക്കാത്ത ഒരു പാല് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ ഇത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. കുറച്ച് പണിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മുഖം നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നമ്മൾക്കൊന്ന് മസാജ് ചെയ്ത് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ അവരിത് സൂക്ഷിച്ച് വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ പാൽ ഒഴിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു സംഭവം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് പാലൊഴിക്കുന്നതിന് മുന്നേ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യമെല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മസാജ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 20 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളയാമെന്നാണ് പറയുന്നത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഡ്രൈ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, 20 മിനിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 20 മിനിറ്റിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് കാണാം. അപ്പോൾ ഇത് ഞാൻ കഴുകാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ മുന്നിൽ തന്നെ കാണിച്ചു തരാം ഇതിൻ്റെ ലൈവ് റിസൾട്ട് എങ്ങനെയുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് 20 മിനിറ്റ് വെക്കുന്ന നേരം നന്നായിട്ടുള്ള ആ ഒരു ഡ്രൈനെസ്സൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഡ്രൈ ആയിട്ടുണ്ട്. ആ ഒരു രീതിക്കാണ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ജെനുവിനായിട്ട് പറയാനാണെങ്കിൽ ഇത് അവർ പറയുന്നത് പോലെ വൈറ്റ് വാഷ് അടിച്ച പോലത്തെ വൈറ്റ് കളറൊന്നും വരുന്നില്ലെങ്കിലും കളർ വരുന്നുണ്ട്. നമ്മൾ ഉള്ള നിറത്തിനേക്കാളും 2 ഷെയ്ഡ് നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്തപ്പോൾ ആ ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് ജെനുവിനായിട്ടുള്ള ഒരു റിസൾട്ടാണ്. പക്ഷേ എൻ്റെ ഈ ഒരു ക്യാമറയിൽ ഞാൻ നേരിട്ട് കാണുന്ന അത്ര ക്ലിയറിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരിട്ടിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള നിറത്തിനേക്കാളും ഒരു 2 ഷെയ്ഡ് കൂടുതൽ നിറം നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മറ്റേ കൈക്ക് അത്യാവശ്യം 2 ഷെയ്ഡ് നിറം വന്നിട്ടുണ്ട്. ഞാൻ ആടം വരെയായിരുന്നു അപ്ലൈ ചെയ്തത്. അതിൻ്റെ ബാക്കിലോട്ടേക്ക് നോക്കുന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട്. കാരണം എനിക്ക് നേരിട്ടിട്ട് ശരിക്കും മനസ്സിലാകുന്നുണ്ട് ഞാൻ എവിടെ വരെയായിരുന്നു അപ്ലൈ ചെയ്തത് എന്നുള്ളത്. ആ ഒരു ഭാഗത്ത് ഒരു ലൈന് പോലെ ആയിട്ട് കളറുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് കുറച്ച് ബ്ലാക്ക് വൈറ്റ് ആണുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയുന്നില്ല കേട്ടോ. പക്ഷേ ശരിക്കും നേരിട്ടിട്ട് നല്ലൊരു ഡിഫറൻസ്, അതായത് ഉള്ള നിറത്തിനേക്കാൾ ഒരു 2 ഷെയ്ഡ് കൂടുതൽ നിറം വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെയാണ്. പക്ഷെ അവർ പറയുന്നത് പോലെ ഒരു 7 ഷെയ്ഡ് 8 ഷെയ്ഡ് നിറമൊന്നും വെക്കുന്നില്ല, എങ്കിലും നിറം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വീക്കിലി അവർ പറഞ്ഞതുപോലെ ഒരു 3 പ്രാവശ്യം ചെയ്യാനാണല്ലോ പറഞ്ഞത്. അങ്ങനെ 3 പ്രാവശ്യം എല്ലാം ചെയ്യുന്ന നേരം ചിലപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്യാവശ്യം നല്ല പാക്ക് തന്നെയാണ്. അതുപോലെ കൈ നല്ല സോഫ്റ്റ് ആവാനും എല്ലാം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.